ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ പോകുന്നത്. ICC ഫൈനലുകളിൽ ഇന്നേ വരെ ഇന്ത്യയോട് തോറ്റിട്ടില്ലാത്ത ന്യൂസിലാൻഡ്. ദുബായിലെ ഏകദിന മത്സരങ്ങളിൽ അപരാജിതരായ ടീം ഇന്ത്യ. ഈ രണ്ട് റെക്കോർഡുകളിൽ ഒന്ന് ഇന്ന് തകർന്നേ തീരൂ. അങ്ങനെ അതിജീവിക്കുന്നവരുടെ കയ്യിലിരിക്കും ചാമ്പ്യൻസ് ട്രോഫി കിരീടം. ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ, രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. ഗ്രൂപ്പ് റൗണ്ടിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും 6 വിക്കറ്റിനും ന്യൂസിലാൻഡിനെ 44 റൺസിനും തകർത്ത ഇന്ത്യ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് മറികടന്നു. ഗ്രൂപ്പിൽ ഇന്ത്യയോട് മാത്രം തോറ്റ കിവീസ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്താണ് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത്. തുല്യശക്തികളുടെ പോരാട്ടമാണ് ഫൈനൽ. 8ാം നമ്പർ വരെ നീളുന്ന ബാറ്റർമാരും 6 പ്രോപ്പർ ബൗളിംഗ് ഓപ്ഷനും ഇരു ടീമിനുമുണ്ട്. പറക്കും ഫീൽഡർമാരും ഇരു സംഘങ്ങളുടെയും കരുത്താണ്. ഇന്ത്യയും ന്യൂസിലാൻഡും 3ാം തവണയാണ് ICC ടൂർണമെന്റുകളുടെ ഫൈനലിൽ മുഖാമുഖമെത്തുന്നത്. 2000 ചാമ്പ്യൻസ് ട്രോഫിയുടെ പഴയ പതിപ്പായ ICC നോക്കൌട്ട് കപ്പിലും 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും കിവികൾ കിരീടം ചൂടി. അതേസമയം രോഹിത് ശർമ്മ നായകനായതിനു ശേഷം ICC ടൂർണമെന്റുകളിൽ ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും കിവികളെ നിലം തൊടിയിച്ചിട്ടില്ല ടീം ഇന്ത്യ. 2020 ലോകകപ്പിന് പിന്നാലെ മറ്റൊരു കിരീടം കൂടി രോഹിത് ശർമ്മയും സംഘവും നേടുമെന്നും ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു.